എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരൊക്കെ നിന്നെ വെറുത്താലും ആരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞാലും തെറ്റ് തിരുത്തി കൊടുത്തതിന്റെ പേരില്, നന്മ പറഞ്ഞു കൊടുത്തതിന്റെ പേരില്, നിന്നെ പരിഹസിക്കട്ടെ, നിന്നെ കളിയാക്കട്ടെ, നിന്നെ മോശക്കാരനാകട്ടെ, നിന്നെ ഒറ്റപ്പെടുത്തട്ടെ, അല്ലാഹുവേ നന്മ പറഞ്ഞു കൊടുത്തതിന്റെ പേരില് ആരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞാലും അല്ലാഹു നിന്നെ കൈയൊഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുകയാണ്, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇവരെല്ലാവരും തെറ്റ് ചെയ്യുന്നല്ലോ, ഞാൻ മാത്രം ഇത് തിരുത്തി കൊടുക്കാൻ തയ്യാറായാൽ പടച്ചവനെ ഇവരെന്നെ ഒറ്റപ്പെടുത്തുമല്ലോ, എല്ലാവരും എന്നെ വെറുക്കുമല്ലോ, എല്ലാവരും എന്നെ അതാ ഉപേക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിന്റെ കൂട്ടുനിൽക്കലല്ല. നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നിങ്ങൾ തെറ്റു തിരുത്തണേ, നിങ്ങൾ അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. അല്ലാഹു നിങ്ങളെ സഹായിക്കുമെങ്കിൽ, അല്ലാഹു നമ്മളെ സഹായിക്കുമെങ്കിൽ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ. വൈദകാലത്തു ഉമ്മത്തും മിൻഹും, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തിരുത്തുകയും ചെയ്യുന്നവന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു അവനെ സഹായിക്കുകയാണ്. എല്ലാ വഴിയിലും അല്ലാഹു നിന്നെ സഹായിക്കുകയാണ്. അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല, അല്ലാഹു നിന്നെ പ്രയാസപ്പെടുത്തൂല, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു തരൂല. എല്ലാ വഴിയിലും അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നാലാമത്തെ പ്രതിഫലമെന്നറിയുമോ? തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാതെ അവരുടെ കൂടെ നിങ്ങൾ കൂടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, നാലാമത്തെ പ്രതിഫലമെന്താ? എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ വയത് കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പടച്ചവനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വെറുത്താലും വെറുത്തില്ലെങ്കിലും, കൈയൊഴിഞ്ഞാലും കൈയൊഴിഞ്ഞില്ലെങ്കിലും തന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റ് തിരുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹുവേ, അല്ലാഹു അവനെ ഒരിക്കലും കൈയൊഴിയുകയില്ല. നാലാമത്തെ പ്രതിഫലം അതാണ്. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുകയാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടണമെന്നല്ലേ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ മരിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കഴിയുന്നതാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ കഴിയൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, 5 കാര്യങ്ങളിൽ 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ലഭിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണയില്ലാതെ, അല്ലാഹ് കരുണ ചെയ്തവർക്ക് മാത്രമേ ഈ 5 സമയങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയൂ. ഒന്നാമത്തെ സമയം ഏതെന്നറിയുവോ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ആരൊക്കെ പോയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, പാപ്പ മരിക്കാൻ കിടക്കുകയാണ്, മക്കളടുത്തുണ്ട്, ഭാര്യയടുത്തുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അടുത്തു വന്നിരുന്നു പറഞ്ഞു കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവസാന സമയത്ത് ഷഹാദത്ത് കലിമ പറയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയുകയില്ല. 6 മണ്ണിന്റെ അകത്ത് മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണമല്ലേ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? നല്ല മരണമല്ലേ? ഒരാൾ മരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചു. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ട് കബറടക്കി. ഈ മനുഷ്യനെ കബറിൽ കൊണ്ടുവച്ചാൽ കബറ് ഞെരിക്കുമോ ഇല്ലേ? കബറ് ഞെരുക്കോ ഇല്ലേ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ പറമനുഷ്യന്മാരെ ഞെരുക്കുമോ ഇല്ലേ? ഞെരുക്കുവോ ഇല്ലേ? അല്ലെ, വെള്ളിയാഴ്ചയല്ലേ മരിച്ചേ? ഷഹീദിന്റെ കൂലിയല്ലേ? ഷഹീദിന്റെ കൂലിയല്ലേ? നല്ല മരണമല്ലേ? എന്നിട്ട് കബർ ഞെരുക്കോ? എന്തുകൊണ്ടാ? അവിടെ പഠിക്കേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖബറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഖബറിനൊരു സ്വഭാവമുണ്ട്. ആരുടെ മയ്യത്ത് ഖബറിലിറക്കി വെച്ചാലും ഖബർ ഞെരുക്കും. അത് ഖബറിന്റെ സ്വഭാവമാണ്. അവിടെ ആർക്കും രക്ഷയില്ല. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്. കാരണം ആ സഹാബി മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങി. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ഈ സഹാബിയുടെ ജനാസ മലക്കുകളാ ചുമന്നുകൊണ്ടുപോയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരൽ കുത്തികെട്ടാ നടന്നുപോയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരൽ കുത്തികെട്ട് നടന്നുപോയി. അത്രയ്ക്ക് സ്ഥലമില്ല, തിരക്ക്. ഈ സഹാബിയുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പറ സഹാബ, സുബ്ഹാനല്ലാഹ്. എല്ലാവരോടും പറയാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? സുബ്ഹാനല്ലാഹ് എന്ന് പറയണമെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ സുബ്ഹാനല്ലാഹ് പറയാറുള്ളൂ. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. അത്ഭുതകരമായ എന്തെങ്കിലും ഒരു സംഭവം, നടക്കാൻ പാടില്ലാത്തൊരു അത്ഭുതം, ആ അത്ഭുതം പറയും സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അത്ഭുതകരമായ കാര്യമാ ഇസ്റാഉ മിഅ്റാജും. അപ്പൊ അള്ളാന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചു. എപ്പോഴാ പറഞ്ഞത്? സഅദ് ഇബ്നു മുആദിനെ ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബർ ഇങ്ങനെ ഞെരുക്കുകയാ. ഖബർ ഞെരുക്കുകയാ. ആ ഖബർ ഞെരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാ, സ്വഹാബ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സ്വഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ആരെ ഖബറിൽ കൊണ്ടുവച്ചാലും ഖബർ ഞെരുക്കും. പക്ഷെ 2 രീതിയിലാ ഞെരുക്കുന്നത്. വേദനയുണ്ടാകും സഹോദര, വേദനയുണ്ടാകും സഹോദര. ചിലരെ ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബർ കെട്ടിപ്പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമകളുടെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? എൻ്റെ പൊന്നുമോളെ ഖബർ ഞെരുക്കിയപ്പോ എൻ്റെ മകള് കരഞ്ഞ കരച്ചിൽ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളുടെ മയ്യത്ത് ഖബറിലിറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കിയ കരച്ചില്, വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ കരച്ചില് മഗ്രിബ് മുതൽ മഗ്രിബ് വരെ കേൾക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞത്, പള്ളിപ്പറമ്പിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്യണം. അവർക്കേ കഴിയൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, ഈ രണ്ട് ചുമലിലിരിക്കുന്ന മലക്കുകൾ നമ്മൾ ഉറങ്ങിയാലും അവരുറങ്ങൂല. നമ്മൾ പള്ളിയിൽ വന്നാലും ഉറക്കം, നിസ്കാരത്തിലും ഉറക്കം, സർവ്വതിലും ഉറക്കം, കച്ചവടത്തിന് പോകുമ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്ക് ഉറക്കമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉറക്കവഴിയും. എങ്കിൽ ഈ നന്മതിന്മ എഴുതിയ കിതാബ് വലത് കയ്യിൽ തരുന്ന സമയമുണ്ട്. ചിലർ അള്ളാഹു വലത് കയ്യിൽ കൊടുക്കും, ചിലരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കി പുറം ഭാഗത്ത് വെച്ച് കൊടുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വലത് കയ്യിൽ വാങ്ങണമെങ്കിൽ റബ്ബ് തന്നെ തീരുമാനിക്കണം. തഴമ്പും താടിയിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഈ നന്മതിന്മ തൂക്കുന്ന ത്രാസുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മയുടെ ത്രാസിൽ നിനക്ക് ഭാരം കൂടണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം. അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം. നീ വിചാരിച്ചാ പോരാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള മരണം വേണം. എത്രയോ പേരുടെ മരണം നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് തന്നെ കൊതി തോന്നിയിട്ടുണ്ടല്ലോ, അല്ല ഇതെന്തും ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാ? ചിലരുടെയൊക്കെ മയ്യത്ത് പായിപ്പാട് പള്ളിയിൽ കൊണ്ടുവന്നപ്പോ ഈ പള്ളി മൊത്തം നിറഞ്ഞില്ലേ? ആരാ? പള്ളി കെട്ടിക്കൊടുത്തവനാ? 1 കോടി കൊടുത്ത മനുഷ്യനാ? അല്ലെങ്കിൽ ഈ നാട്ടുകാരെ മുഴുവനും സഹായിക്കുന്നവനാ? അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്? അല്ല, സാധുവായ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എത്രയോ സാധുക്കളുടെ മയ്യത്ത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരായി മരിച്ചേ? ഒരു ഉമ്മാടെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ ഈ പള്ളി നിറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പലരുടെയും ജനാസ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചപ്പോ എന്താ മെമ്പർ ഇരിക്കുന്നില്ല, മെമ്പറിന്റെ വാപ്പ ഇങ്ങനെ മരിച്ചിക്കറി. എത്ര പേരാ ഇവിടെ മനസ്സിലാക്കേണ്ടതൊക്കെയാ. പലരുടെയും ജനാസ കൊണ്ടുവച്ചപ്പോൾ ഈ പള്ളി നിറഞ്ഞല്ലോ. അവരുടെയൊക്കെ മരണം വല്ലാത്തതായിരുന്നല്ലോ. എങ്ങനെ ആ മരണമൊക്കെ എങ്ങനെ അവർ വാങ്ങിയത്? അത് അള്ളാഹു ആദരിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന ഒരു സമ്മാനമാ മരണം. കരയത്തൊന്നുമില്ല. നമ്മൾ അസ്രായിലിനെ കണ്ടാൽ നെഞ്ചത്തടിക്കാൻ തുടങ്ങും. പേടി, പോകാൻ വയ്യ. കരച്ചിലും വിളിച്ചിലും ബഹളവും. ചിലരാണെങ്കിൽ പറയും, ആ അസ്രായിലെ കാത്തിരിക്കുക, നമുക്ക് പോകാം, സന്തോഷത്തോടെ പോകും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം വേണോ? നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ട യവനാണെങ്കിലും വെറുതെ വിടരുത്. ഞാൻ പറയുന്ന, നിന്റെ കണ്ണിന്റെ മുന്നിൽ മോശമായ കാര്യം കണ്ടാൽ നീ പറയണം, ഇത് പാപമാ, ഇത് തെറ്റാ. അത് ആരായാലും പറയേണ്ടതുപോലെ പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഉസ്താദിനെ ഇങ്ങനെ കോളറിൽ പിടിച്ച് നിർത്തിയിട്ട് പറയരുത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയരുത്. പള്ളിയിലെ ഇമാമായ സിറാജിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ മോടി റൂമിൽ കയറി വരണം, ഉസ്താദിനോട് പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ വെള്ളിയാഴ്ച പിടിച്ചു നിർത്തല്ല. എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ, ചങ്ങാതി ഇത് ശരിയല്ല, ഒറ്റയ്ക്ക് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ള ഒരാളോട്, ഒരു ഉപ്പ പാപം ചെയ്യുന്നത് കണ്ടാൽ, തെറ്റ് ചെയ്യുന്നു, പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് പച്ചയിറച്ചി തിന്നാ, നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് അമ്മാരങ്ങനെ, മറ്റേമാരങ്ങനെ, അങ്ങനത്തെമാര. എന്തിനാ വാപ്പ, നിങ്ങൾക്ക് പ്രായമായില്ല ഉപ്പ, നിസ്കരിച്ചിട്ട് ഇതിന്റെ മുന്നേ വന്നിരുന്നത് പറയേണ്ട കാര്യമുണ്ടോ ഉപ്പ? സ്നേഹത്തോടെ പറയുക. ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ കമ്പെടുത്ത് തല്ലലല്ല, മോനെ ഇത് പാപമാടാ, ചെയ്യരുതടാ, നിന്റെ വാപ്പ നാട്ടിൽ അറിയുന്ന ആളല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിഞ്ഞാൽ നിന്റെ ഉപ്പ നാണം കെടൂല്ലേ? ഇപ്പൊ ഉപദേശിക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഉപദേശിക്കേണ്ട രീതി, ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. 100 കൊല ചെയ്ത മനുഷ്യൻ 99 പേരെ കൊന്നിട്ട് വരുമ്പോ ഒരാളോട് ഒരു കുറ്റബോധം തോന്നി, റബ്ബേ ഞാൻ 99 പേരെ കൊന്നല്ലോ. ആദ്യം വന്നവനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തുതരുവോ? പുറത്തുതരൂല്ലടാ, അല്ല നിനക്ക് പുറത്തുതരൂല്ല. എന്നാ പിന്നെന്താ, 100ാമത് നീയും കൂടെ സെഞ്ചുറി അടിച്ച് 100 അവനെയും കൊന്നുകളഞ്ഞു. എന്നാൽ 100 പേരെ കൊന്നിട്ട് പോകുമ്പോഴാണ് ഒരു ഉസ്താദിനെ കണ്ടത്. ഉസ്താദേ, 99 കഴിഞ്ഞ് 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുവോ? നിനക്കല്ല പുറത്തു തരൂടാ. അതാണ് നമ്മൾ പാലിക്കേണ്ട. ഉപദേശിക്കുന്ന സമയത്ത്, ചില സമയത്ത് നമ്മൾ ഇത്തിരി താഴ്മ കാണിക്കണം, ഇത്തിരി വിനയം കാണിക്കണം. ചില സമയത്ത് പറയേണ്ടതുപോലെ പറയണം. ചില സമയത്ത് പറയേണ്ടതുപോലെ, ചില സമയത്ത് നമ്മൾ പറയേണ്ടതുപോലെ പറയാത്തത് കൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇന്ന് പലതും സംഭവിക്കുന്നത്. നമ്മൾ തെറ്റുകൾ അറിയുന്നില്ല, തിരുത്താൻ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തെറ്റുകൾ തിരുത്തി കൊടുക്ക്. അങ്ങനെ തെറ്റ് തിരുത്തുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നല്ല മരണം അള്ളാഹു കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തിരുത്തൂലേ? വേണമെങ്കിൽ തിരുത്ത്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ തെറ്റ് ഇപ്പം ഞാനിപ്പോൾ എന്തുവാ ഈ രാത്രി 10:30 സമയത്ത് നമ്മളെ ഞാൻ നിങ്ങളാരെയും നന്നാക്കാൻ വേണ്ടിയല്ല ഈ പറയണേ.
ഈ പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാൻ വേണ്ടി. അതിനിപ്പോൾ ഞാൻ പത്രാപുരത്ത് ഇവിടെ ഒരു വരണോ? എന്താ സെക്രട്ടറി വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോണ്ണേ? ഞാൻ പറയുന്നത് എനിക്ക് നന്നാക്കാൻ വേണ്ടി. അള്ളാഹു എന്നെ വന്ന് നന്നാക്കുമാറാകട്ടെ. എന്താ ഷൗക്കണ്ണ ഒരു ആമ്യം പറയാൻ വേണ്ടി? ഷൗക്കണ്ണന് ഇപ്പം എന്തോ ഒരു ദേഷ്യം ഉള്ളതുപോലെ. എന്തോ പറ്റിയപ്പോ ദേഷ്യമൊക്കെ നല്ലതാ, നല്ലതിന് വേണ്ടിയല്ലേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഷിയാബണ്ണെ, തെറ്റ് കണ്ട തിരുത്തണം. ആരായാലും അൽഹംദുലില്ലാഹ് നമുക്കോടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തില്ല. ഓരോ മനുഷ്യനും ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ട് ഓടുന്ന മക്കളുടെ കാലമല്ലേ. കുളിക്കാൻ കയറിയപ്പോൾ ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ട് ഓടുക, ഓടേണ്ട തോട്ടെ. ഇതൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വിഷമമോ പലർക്കും പല കാര്യം. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമകൻ തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാവുകയാണ്. വെള്ളത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മോനെ, എടാ പൊന്നു മോനെ, വാടാ, ഈ കപ്പലിൽ കയറടാ, രക്ഷപ്പെടാടാ, ഇന്ന് നിന്നെ വേറെ ആരും സഹായിക്കാനില്ല മോനെ, കയറ്. നൂഹ് നബിയുടെ മോൻ പറഞ്ഞു എന്തെന്നറിയോ? അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടുന്നു. നൂഹ് നബിയുടെ മകൻ പറഞ്ഞ മറുപടി, വാപ്പയുടെ പണി നോക്ക്, അതുകൊണ്ട് ആ മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടൂ. ഇല്ലടാ, ഇന്ന് ലാസിമല്യവുമില്ല, ഇന്നത്തെ ദിവസം നീ രക്ഷപ്പെടൂല, വാ മോനെ. ഇല്ല, വാപ്പ പറഞ്ഞത് കേട്ടില്ല. ചരിത്രം കണ്ടോ? അപ്പൊ തന്നെ വെള്ളത്തിൽ മുങ്ങി. അപ്പൊ തന്നെ വെള്ളത്തിൽ വന്ന് ജലപ്രളയത്തിൽ മുങ്ങി ചത്തുപോയി. നൂഹ് നബിയുടെ മനസ്സ് വേദനിച്ചു. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്, എൻ്റെ മോനല്ലേ അല്ലാഹ്. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്തെന്നറിയുമോ? വലൈസ മിൻ അഹ്ലി, നിന്റെ കുടുംബത്തിൽ പറഞ്ഞതല്ലാന്ന്. അല്ലാഹ് പറഞ്ഞ മറുപടി ഏതാ? നൂഹ്, നിന്റെ മോനല്ല, യഥാർത്ഥത്തിൽ മോന, സത്യത്തിൽ മോന. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞേ? നമ്മൾ മക്കളെയൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു വളർത്തും. എന്നിട്ട് ചിലപ്പോൾ ഉപ്പാനെ തല്ലും, ചിലപ്പോൾ ഉമ്മാനെ തൊല്ലും, ചിലപ്പോൾ വെട്ടിക്കൊല്ലും. അതൊക്കെ അങ്ങനെ പലതുമുണ്ട്. നമ്മൾ കാര്യമാക്കരുത്. നമ്മൾ നമ്മുടെ ബാധ്യതകൾ പാലിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന 5ാമത്തെ പ്രതിഫലം ഇവിടെ കൊണ്ടുവന്ന് കടത്തുന്ന ദിവസം കാണാം. അതിൻ്റെ പ്രതിഫലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പ്രതിഫലം തരുമാറാകട്ടെ. 6ാമത്തെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എല്ലാവരെയും ഉപദേശിച്ചതിന്റെ പേരില്, എല്ലാവർക്കും നന്മ കറഞ്ഞു കൊടുത്തതിന്റെ പേരില്, പടച്ചവനെ തിന്മ തിരുത്തി കൊടുത്തതിന്റെ പേരിൽ എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്, നിന്നോട് വല്ലാത്ത ദേഷ്യമാണ്. നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഖം ചുളിക്കുകയാണ്. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം, നീ മരിച്ചു കിടക്കുന്ന ദിവസം ഇവര് തന്നെ പറയും, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്തൊരു മരണമാണ് തമ്പുരാന്, എന്തൊരു മരണമാണ് തമ്പുരാന്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു കൊടുത്തല്ലോ. ഇവൻ ഭാഗ്യമാനാട്, ഇവൻ ഭാഗ്യമാനാട്. എന്റെ വാഴ കേൾക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, ആരൊക്കെ വെറുത്താൽ, ആരൊക്കെ കളിയാക്കിയാൽ, ആരൊക്കെ നിന്നെ കൈയൊടിഞ്ഞാൽ അല്ലാഹു നിന്നെ കൈയൊഴിയുകയില്ല, അല്ലാഹു നിന്നെ കൈയൊഴിയുകയില്ല. തെറ്റ് നീ തിരുത്തി കൊടുത്താൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരികയാ. 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മളെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ആ അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ, സ്വന്തം ശപിക്കുന്ന ദിവസമുണ്ടല്ലോ. ആ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. വാടാ സിറാജേ, എന്റെ മുന്നിലേക്ക്. നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചടാ, നിന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചടാ, നീ പണം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അത് എങ്ങനെയാണ് ചെലവഴിച്ചത്? പടച്ചവൻ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഓരോന്നുമായി എന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിനെ കുറിച്ച്, ഓരോ നിമിഷത്തിനെ കുറിച്ച് അല്ലാഹു വിചാരണ ചെയ്യുമല്ലോ. എന്റെ
പ്രിയപ്പെട്ടവരെ, ആ വിചാരണ ചെയ്യുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കണ്ണിന്റെ മുന്നിലെ തെറ്റ് കണ്ടിട്ട് തിരുത്തിയവര്, കണ്ണിന്റെ മുന്നിലെ തെറ്റ് കണ്ടിട്ട് തിരുത്തിയവര്, തന്റെ കുടുംബത്തിൽ പടച്ചവനെ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ആരൊക്കെ കൂട്ടുനിന്നാലും ഞാനിതിന് കൂട്ടുനിൽക്കില്ല, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഇത് ദീൻ വെറുക്കുന്ന കാര്യമാണ്, ഇത് ദീനിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടത് തിരുത്താൻ തയ്യാറായ മനുഷ്യ, നാളെ പടച്ച റബ്ബ് ഓരോ മനുഷ്യനെയും പിടിച്ചു നിർത്തിയിട്ട് വിചാരണ ചെയ്യുകയാണ്. രക്ഷയില്ലല്ലോ. അല്ലാഹു ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോയെന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു തരുമ്പോ റസൂലുള്ളാഹി പറയുകയാ, വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുസാരിയൂന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പായിപ്പാട് അല്ലാഹു തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, ഈ കാണുന്ന സ്വർഗത്തിലേക്ക് നീ കടന്നു പൊക്കോ, നിനക്കിന്ന് വിചാരണയില്ല, നിനക്കിന്ന് ഹിസാബില്ല, ഇന്ന് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ഭാഗ്യം കിട്ടിയവനാണ് നീ, ഇന്ന് നീ സ്വർഗത്തിലേക്ക് കടന്നു പോയെന്ന് പറഞ്ഞ് അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കടത്തി വിടുന്ന ഒരു വിഭാഗമുണ്ട്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, അവരാരെന്നറിയുമോ? അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടപ്പോ ആ തെറ്റ് തിരുത്തി കൊടുത്തവര്, നിന്നെ കളിയാക്കിയവരാണ്, ഇത് പറഞ്ഞതിന്റെ പേരിൽ നിന്നെ പരിഹസിച്ചവരുണ്ടല്ലോ. മുടി വളർത്തിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരനോട് എടാ ഇതൊന്ന് വെട്ടികെട്ട് നേരെ നടക്കടാ എന്ന് പറഞ്ഞപ്പോ പോപ്പാ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ നിന്റെ മനസ്സ് വേദനിച്ചില്ലേ? നിസ്കരിക്കടാ, പള്ളിക്കകത്ത് കയറി നിസ്കരിക്കടാ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പണി നോക്കെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ? നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് നന്മ പറഞ്ഞു കൊടുത്തപ്പോ അവരും നിന്നെ പരിഹസിച്ചില്ലേ, കളിയാക്കിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കാണുമ്പോ ജനങ്ങൾ പറയുകയാണ്, വലിയ ഉപദേശിക്കുന്നവനാ കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കളിയാക്കിയതിൽ നീ വേദനിക്കണ്ട, ഒരിക്കലും നീ വിഷമിക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, നാളെ വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആറാമത്തെ പ്രതിഫലമാണ്. ഒരെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തെറ്റ് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, നന്മ ഉപദേശിച്ചു കൊടുത്തതിന്റെ പേരില് അല്ലാഹു നിനക്ക് തരുന്ന ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ സ്വർഗത്തിൽ ആരുടെ കൂടെ എന്നറിയുമോ? നീ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്നറിയുമോ? സ്വർഗത്തിന്റെ എത്രാമത്തെ വിഭാഗത്തിലാണ് നീ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ആദം നബിയെ കണ്ടിട്ടില്ലല്ലോ, നൂഹ് നബിയെ കണ്ടിട്ടില്ലല്ലോ, ഇബ്രാഹിം
ഇബ്രാഹിം നബിയെ കണ്ടിട്ടില്ലല്ലോ, മൂസാ നബിയെ കണ്ടിട്ടില്ലല്ലോ, ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും യാക്കൂബ് നബിയെയും യൂസുഫ് നബിയെയും യൂനുസ് നബിയെയും ഹാറൂൻ നബിയെയും യഹ്യാ നബിയെയും യാക്കൂബ് നബിയെയും ഈസാ നബിയെയും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരെ കാണണോ, ആ പ്രവാചകന്മാരുടെ കൂടെ നടക്കണോ, ആ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നവർ, നന്മ പറയുന്നവരാ. ആ പ്രവാചകന്മാരുടെ ജോലിയായിരുന്നു നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മ കണ്ടാ തടയുക. അത് പ്രവാചകന്മാരുടെ ചര്യയാണ്. ആ ചര്യയാണ് നീയും ചെയ്തത്, ആ ചര്യയാണ് നീയും ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തരുന്ന 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ അവരുടെ കൂടെയാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്നവിടെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 7 പ്രതിഫലമാണ് പറഞ്ഞത്. ഇത് നിസ്കരിക്കുന്നവരുടെ പ്രതിഫലമല്ല, ഇത് ഖുർആൻ ഓതുന്നവരുടെ പ്രതിഫലമല്ല, ഇത് നോമ്പ് പിടിക്കുന്നവരുടെ പ്രതിഫലമല്ല, ഇത് സദഖ കൊടുക്കുന്നവരുടെ പ്രതിഫലമല്ല. അല്ലാഹു ജീവിതത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ കണ്ടാ തിരുത്തുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ, ഒരു തിന്മ തിരുത്തി കൊടുത്താൽ റബ്ബ് തരുന്ന പ്രതിഫലമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.